പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ രീതിയെ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ആ ഭാഗത്ത് നമ്മൾ കണ്ടു കർത്താവിന്റെ ജനനം, അത് കഴിഞ്ഞുള്ള യോഹന്നാൻ സ്നാപകന്റെ മരണം, അത് കഴിഞ്ഞ് കർത്താവിന്റെ പബ്ലിക് ലൈഫ്. അതിൽ കർത്താവ് ആദ്യം യഹൂദ ഒരു സഭയെ സ്ഥാപിക്കുന്നു, 5 അപ്പത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട്. അപ്പോൾ 5 അപ്പത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കാൻ അവിടെ ആ അപ്പം എടുത്തിട്ട് അപ്പം എടുക്കുന്നു, അതിനെ ആശീർവദിക്കുന്നു, അതിനെ മുറിക്കുന്നു, കൊടുക്കുന്നു. 4 കാര്യങ്ങൾ നമ്മൾ അവിടെ കണ്ടു. അതിനുശേഷം മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ വിജാതിയരുടെ സമുദായത്തിലേക്ക്, നാട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടെ ആച്ചാണ് 7 അപ്പത്തിന്റെ ഒരു അത്ഭുതം നടത്തുന്നത്. ആ 7 അപ്പത്തിന്റെ അത്ഭുതം നടത്തുമ്പോഴും കർത്താവ് അപ്പം എടുക്കുന്നു, അതിനെ കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നു, അതിനുശേഷം മുറിക്കുന്നു, കൊടുക്കുന്നു. ഈ 2 വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും അവിടെ ആദ്യത്തേതിൽ 12 കുട്ട, യഹൂദരുടെ സ്ഥാനത്ത് 12 കുട്ട. അവിടെ നമ്മൾ കണ്ടു കോഫിനോസ് എന്ന ഒരു കുട്ട, യഹൂദരുടെ കുട്ട. എന്നാൽ വിജാതിയരുടെ സ്ഥലത്ത് വെച്ച് സ്പൈറിസ് എന്ന കുട്ട. കാരണം വിജാതിയർ ഉപയോഗിക്കുന്ന കുട്ടയുടെ പേരാണ് സ്പൈറിസ്. അവിടെ 7, പൂർണ്ണതയുടെ സംഖ്യ 7 അവിടെ നമ്മൾ കാണുകയാണ് ആ സ്ഥലം. അതുപോലെ യഹൂദർ ആശീർവദിച്ചിട്ടാണ് ഭക്ഷിക്കാറുള്ളതെങ്കിൽ വിജാതിയര് അതിന് കൃതജ്ഞതാ സ്തോത്രമാണ് അർപ്പിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, യോഹന്നാന്റെ ചിഹ്നമായിട്ട്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ചിഹ്നമായിട്ട് കഴുകനെയാണ് കാണിക്കാറുള്ളത്. അതിന് കാരണം ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. ഉയരത്തിൽ പറക്കുമ്പോഴും ദീർഘവീക്ഷണം, തഴയിൽ കൂടെ ഇഴയുന്ന പ്രാണികളെ അതിന് കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഉയരത്തിൽ പറന്നുകൊണ്ട് വലിയ കാറ്റുകളെ നേരിടുന്ന രീതിയും താഴ്ന്നു വന്ന് തൻ്റെ ഇരയെ പിടിച്ചുകൊണ്ട് പോകുന്നതുമെല്ലാം നമുക്ക് കഴുകനെ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇതുപോലെയുള്ള ദീർഘവീക്ഷണമുള്ള, നമ്മളെ ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ ക്രൂസ്, ദിവ്യ ബലിയുടെ രഹസ്യങ്ങളെ വളരെ ആഴമായിട്ട് ചിന്തിപ്പിച്ചു തരുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഉൽപ്പത്തിയുടെ പുസ്തകം രചിച്ചിട്ടുള്ള രീതിയിലൂടെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷവും രചിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി തുടങ്ങുന്നത് പോലെ യോഹന്നാന്റെ സുവിശേഷം ആദിയിൽ വചനമുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ അവിടെയും ജലമുണ്ട്, ഇവിടെയും ജലത്തിന്റെ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന അത്ഭുതം 2-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. പല കാര്യങ്ങൾ നമുക്ക് പഴയ നിയമ ഉൽപ്പത്തി പുസ്തകവും യോഹന്നാന്റെ സുവിശേഷവുമായിട്ട് താരതമ്യപ്പെടുത്തി കാണുവാൻ സാധിക്കും. നമുക്ക് നേരെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യങ്ങൾ, കർത്താവിന്റെ ബലിയെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം തുടക്കത്തിൽ തന്നെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ വിരുന്നിന്റെ കഥ നമ്മളെല്ലായ്പ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വീഞ്ഞിന്റെ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളും ഒന്നും അല്ല ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുക എന്ന് പറഞ്ഞപ്പോൾ നടന്ന എന്ത് പ്രോസസ്സാണ്. പച്ചവെള്ളത്തിന്റെ തത്വത്തെ വീഞ്ഞിന്റെ തത്വമാക്കി മാറ്റി എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറച്ച ആ കൽഭരണികളെ
പിന്നീട് വീഞ്ഞിനെ രക്തമാക്കി മനുഷ്യന്റെ പാപത്തെ ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ നടത്തുന്ന ഒരു കാര്യമായിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കർത്താവ് പറയുകയാണ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ. അതുപോലെ എല്ലാവരും അവരുടെ പരിചാരകർ അതുപോലെ ചെയ്തു. വാക്യം 8 നമ്മൾ വായിക്കുകയാണ്, ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവീൻ. ആ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, വെള്ളം കോരാൻ പറഞ്ഞു, നിറച്ചു. അവർ വക്കോളം നിറച്ചു. അത് കഴിഞ്ഞിട്ടാ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. പറയുകയാണ്, ഇനി ഇതിനെ പകർന്നിട്ട് കലവറക്കാരൻ്റെ അടുത്തോട്ടം കൊണ്ടുപോകും. അവരപ്രകാരം ചെയ്തു. അവർ വെള്ളമാണ് കോരിയത്. ആ വെള്ളത്തെ കോരിക്കൊണ്ട് കലവറക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇനി വെള്ളം കുടിപ്പിക്കാനാണോ? കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് ഓൾറെഡി വീഞ്ഞായി മാറിയിരുന്നു. അതിനെ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവനറിയുന്നില്ല, പക്ഷെ പരിചാരകർക്കറിയാം, വെള്ളം കോരിയവർക്കറിയാം. അതുകൊണ്ട് മണവാളനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്ന, അതുകളെല്ലാം ലഹരി പിടിച്ചു കഴിയുമ്പോഴാണ് താഴ്ന്ന തരം വീഞ്ഞ് വിളമ്പാറുള്ളത്. ഇത് നീ ഏറ്റവും നല്ല വീഞ്ഞിനെ ഇതുവരെ വെച്ചിരിക്കുമായിരുന്നു. ഏറ്റവും നല്ല വീഞ്ഞായിട്ട് അത് മാറി. അതായത് വെള്ളത്തിന്റെ തത്വത്തെ യേശു വീഞ്ഞിന്റെ തത്വമാക്കി മാറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. തത്വ പരിവർത്തനം. ഈ ഒരു ശബ്ദം നമുക്ക് പഠിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. തത്വ പരിവർത്തനം. വെള്ളത്തിന്റെ തത്വത്തെ വീഞ്ഞിന്റെ തത്വമാക്കി മാറ്റാം. തത്വം എന്ന് പറഞ്ഞാൽ വെള്ളത്തെ, വെള്ളം എന്ന് പറയുന്നത് എന്താണോ ആ സാധനത്തെ, വീഞ്ഞിനെ വീഞ്ഞാക്കി തീർക്കുന്നത് എന്താണോ ആ തത്വമായിട്ട് യേശു മാറ്റുകയായിരുന്നു. വെള്ളത്തിന്റെ തത്വത്തെ വീഞ്ഞിന്റെ തത്വമായിട്ട്. അതായത് കർത്താവ് പറയുകയാണ് ജനങ്ങളുടെ മുമ്പാകെ, ഞാൻ ഏതൊരു വസ്തുവിൻ്റെയും തത്വത്തെ മാറ്റുവാൻ എനിക്ക് സാധിക്കും. ഏതൊരു വസ്തുവിൻ്റെയും തത്വത്തെ മാറ്റുവാൻ എനിക്ക് സാധിക്കും. കാരണം ഞാനാണ് ഇവയെല്ലാം സൃഷ്ടിച്ചവൻ. ഈ അത്ഭുതം കാരണം അവന്റെ ശിഷ്യർ അവനിൽ വിശ്വസിച്ചുവെന്നും ഇത് 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. യേശു തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയത് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണിത്. ദൈവം ആണ് താനെന്ന് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ആദ്യ അടയാളം ഒരു തത്വപരിവർത്തനമാണ്. ഒരു വസ്തുവിന്റെ തത്വത്തെ വേറൊരു വസ്തുവിന്റെ തത്വമായിട്ട്, അതായത് ഒരു വസ്തുവിനെ വേറൊരു വസ്തുവാക്കി തീർക്കുവാൻ തനിക്ക് കഴിയുമെന്ന ഒരു ഇതിനെ പ്രകടിപ്പിക്കുന്നതാണ് യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം. അതുവഴി പലർ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയായി. അപ്പോൾ നമ്മളിവിടെ തത്വപരിവർത്തനം കണ്ടെങ്കിൽ ഇനി നമുക്ക് 6-ാമത്തെ അധ്യായത്തിലോട്ടൊന്ന് പോയി നോക്കാം. 6-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട 5 അപ്പത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടാണ്. 5 അപ്പത്തിന്റെ അത്ഭുതത്തെക്കൂടാണ്. അവിടെ നമ്മൾ കാണുകയാണ് വലിയൊരു ജനക്കൂട്ടം. ഇത് കണ്ടില്ലേ, തെബേരിയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയതായിട്ട്. അവിടാണ് യഹൂദ സമുദായം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, യേശു 2 അപ്പത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് യഹൂദരുടെ ഏരിയയിലും മറ്റൊന്ന് വിജാതിയരുടെ പ്രദേശത്തുമായിരുന്നു. ഇവിടെ യഹൂദരുടെ പ്രദേശങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ച ആ അത്ഭുതത്തെ നമ്മളിവിടെ കാണുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ യേശു കണ്ണുകൾ ഉയർത്തി വലിയ ഒരു ജനതതി തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇവർക്ക് ഭക്ഷിക്കുവാനായിട്ട് നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അത് യേശു ഫിലിപ്പോസിനെ പരീക്ഷിക്കുവാനും വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
കാരണം യേശുവിന് അറിയാം താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അതിനുവേണ്ടിയാണ്. അപ്പോൾ ഫിലിപ്പോസ് പറയാണ്, ഓരോരുത്തർക്കും അല്പം വീതമെങ്കിലും അപ്പം കൊടുക്കണമെങ്കിൽ 200 ദിനാറയ്ക്കുള്ള അപ്പം പോലും തികയത്തില്ല, അത്രമാത്രം ആൾക്കാരാണ്. അപ്പോൾ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് പറയാണ്, ഇവിടെ ഒരു 5 ബാർലിയപ്പവും 2 മീനും ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. പക്ഷെ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും? അപ്പോൾ യേശു പറയാണ്, ആളുകളെയെല്ലാം ഭക്ഷണത്തിൻ്റെ അടുത്ത് 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും വേറെയുമുണ്ട്. അനന്തരം യേശു അപ്പമെടുത്ത് അപ്പം എടുക്കുന്നു, കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം അത് മുറിച്ചിട്ട് അവർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങിയാണ്. അതുപോലെ തന്നെ അപ്പവും വേണ്ടത്ര പോലെ നൽകി. അപ്പം ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ ബാക്കിയുള്ളതെല്ലാം എടുത്തോളാൻ. അവിടെ നമ്മൾ കാണുകയാണ്, 5 ബാർലിയപ്പത്തിനും ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കൂട്ടം നിറച്ച് അവർ ശേഖരിച്ചു എന്നാണ്. അങ്ങനെ അടയാളം കണ്ട ജനങ്ങൾ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായിട്ടും ഇവൻ തന്നെയെന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി, ഏറ്റുപറയുവാൻ തുടങ്ങി. ചിലര് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് യേശു അവിടെ നിന്ന് മലമുകളിലേക്ക് പിന്മാറിയതായിട്ടും പറയുകയാണ്. ഇവിടെ നടന്ന പ്രവർത്തനം എന്താണ്? അപ്പം എടുക്കുന്നു, കൊട്ടയിലേക്ക് മുറിച്ചിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പം ഒരു വസ്തു, അങ്ങനെ അതിൽ മാറ്റം വരികയാണ്. അതിൻ്റെ അകത്ത് ആ വർധനവാണ്, അതിനെ വർദ്ധിപ്പിക്കുക. സകലതും സൃഷ്ടിച്ചതായ ദൈവത്തെ കൊണ്ട് സകലതും സാധിക്കും. 5 അപ്പത്തിൽ നിന്നും 5000 അല്ല 20,000-ഓളം ആൾക്കാരെ തീറ്റി തൃപ്തരാക്കിയതിന് ശേഷം 12 കുട്ടകൾ കൂടി ശേഖരിക്കുവാനുള്ള കഴിവുള്ളവനാണ് താനെന്ന് തെളിയിക്കുന്ന ഒരു അത്ഭുതമാണ് ഇവിടെ അപ്പത്തിന്റെ അത്ഭുതം നടത്തിയത്. മുറിക്കും തോറും ഏറി വരുന്നതായി അപ്പത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നവനാണ് താനെന്ന് ഇവിടെ കാണിച്ചു. പച്ചവെള്ളത്തിന്റെ തത്വപരിവർത്തനമാണ് നടത്തിയെങ്കിൽ അപ്പത്തിന്റെ തത്വത്തിൽ ഒരു പരിവർത്തനവും വരുത്തിയില്ല. ആ അപ്പത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം 16-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുന്നത് യേശു കടലിന്റെ മേൽ നടക്കുന്നതായിട്ടാണ്. കടലിന്റെ മേൽ നടക്കുന്നതായിട്ട് 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ശക്തിയേറെ കാറ്റടിച്ചതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്ഥാദിയോൻ ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്നു വരുന്നത് അവർ കണ്ടു. അവരത് കണ്ട് ഭയപ്പെടുകയാണ്. യേശു അപ്പോൾ പറയുകയാണ്, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഐ ആം, ഞാൻ ആകുന്നു. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് ഞാൻ നല്ലയിടയനാകുന്നു, ഞാൻ മുന്തിരിച്ചെടിയും ആകുന്നു, നിങ്ങൾ തായ്തണ്ടാകുന്നു, ഇങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള ഞാൻ ആകുന്നു, ഐ ആം. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത പേരാണ് ഈ ഐ ആം, ഞാൻ ആകുന്നു. ഇവിടെ ക്രിസ്തു ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഭയപ്പെടേണ്ട. അതായത് ദൈവമാകുന്ന ആ യേശുവിനെ ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ യേശുവിനെ വള്ളത്തിൽ കയറ്റുവാൻ ആഗ്രഹിച്ചു. എങ്കിലും അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് വള്ളം എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഒരു വള്ളമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാരോടുകൂടി യേശു വള്ളത്തിൽ കയറിയുമില്ല. പിന്നെ എങ്ങനെ മറുകരയിലെത്തിയെന്ന് ജനങ്ങളെല്ലാം പിറ്റേ ദിവസം മനസ്സിലാക്കുവാൻ തുടങ്ങി. ഇനി നമുക്ക് ഇവിടെ നടന്നതായ ഈ സംഭവത്തെ ഒന്ന് നോക്കാം. യേശു വെള്ളത്തിൻ്റെ മേൽ നടന്നു വരുന്ന ഈ കാര്യം, ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലും കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിലാണല്ലോ നമ്മൾ
അഞ്ചപ്പത്തിന്റെ ഈ അത്ഭുതം കണ്ടത്. അതിനുശേഷം 22 മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാല് യേശു ജനങ്ങളെയെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം മലമുകളിൽ കയറി പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് രാത്രി പ്രതികൂലമായ കാറ്റടിക്കുന്നതും. 25 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, രാത്രിയുടെ 4 യാമത്തിൽ അവൻ കടൽ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് അവര് പേടിക്കാൻ തുടങ്ങി. ഉടനെ യേശു അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കെ, ഞാനാണ്. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ നടന്ന് അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കൂ. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ കാര്യം എഴുതിക്കൊണ്ട് കർത്താവ് ഒരു കാര്യം കൂടെ നമ്മളോട് സംസാരിക്കാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ മനസ്സിൽ യേശു കടലിൽ നടക്കുന്നത് പോലെ നടക്കണമെന്ന ഒരാഗ്രഹം. അപ്പോൾ യേശു പറയുകയാണ്, വരൂ. പത്രോസ് വഞ്ചിയിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയിറങ്ങുകയാണ്. വെള്ളത്തിന്റെ മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞ്, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിക്കുകയും ചെയ്തു. വളരെ സുന്ദരമായ 2 വിവരണങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിലൂടെ ദീർഘമായിട്ട് അവിടെ നടന്ന ഒരു കാര്യം കൂടെ എഴുതി കാണിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം കടലിന്മേൽ നടക്കുന്ന ക്രിസ്തുവിനെയും കാണിക്കുകയാണ്. ഒരു വ്യക്തി കടലിന്റെ മേലിൽ കൂടെ നടക്കണമെങ്കിൽ അവനിൽ എന്തോ ഒരു വ്യത്യാസം വരുത്തിയാലേ ഒക്കെയുള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പത്രോസ് ക്രിസ്തുവിനോട് അപേക്ഷിക്കുകയാണ്, ഞാൻ കൂടെ വരുവാൻ കൽപ്പിക്കുക, വരുന്നോളാൻ പറഞ്ഞു. ക്രിസ്തുവിന്റെ അടുത്തേക്ക് നീങ്ങുവാൻ തുടങ്ങിയപ്പോൾ അവൻ ഭയപ്പെട്ടു, അവൻ കടലിൽ മുങ്ങുവാൻ തുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നു. പലരും ചിന്തിക്കുന്നത്, പലരും പഠിപ്പിക്കാറുള്ളത്, പത്രോസിന്റെ കണ്ണ് ക്രിസ്തുവിലായിരുന്നെങ്കിൽ അവൻ മുങ്ങത്തില്ലായിരുന്നു. അവൻ തിരമാലയിലേക്ക്, കാറ്റിലേക്ക് കണ്ണു മാറ്റിയത് കൊണ്ട് അവൻ മുങ്ങി. അവന്റെ വിശ്വാസം കുറഞ്ഞു, അവൻ ഭയന്നത് കാരണം അവൻ മുങ്ങി. അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ അടുത്തേക്ക് പോകുമായിരുന്നു. ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. ക്രിസ്തു അവനെ അവന്റെ അടുക്കലേക്ക് വിളിച്ചതിന്റെ ഒന്നാമത്തെ കാരണമേ ഇതാണ്. ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അവന് കടലിന്റെ മുകളിൽ കൂടെ നടക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയാനായിട്ടാണ്. ഇവിടെ മത്തായി അത് പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ അല്പവിശ്വാസമാണെന്നൊക്കെ പറയുന്നുണ്ട്, നീ എന്തിനാ പേടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നീ ഒരു മനുഷ്യൻ, നീ അല്പവിശ്വാസിയാണ്, നീ കൊടുങ്കാറ്റിനെ ഭയപ്പെടുന്നവനാണ്. ആയതിനാൽ നിന്നെ കൊണ്ട് ഇത് സാധ്യമല്ല, ദൈവത്തെ കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. നീ ഒരു സ്റ്റെപ്പ് വെള്ളത്തിന് മുകളിൽ വെച്ച് താഴാതെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് നിന്നെ അങ്ങനെ നടത്തിയത് എന്ന വിശ്വാസം വർദ്ധിക്കാനായിട്ട്. ക്രിസ്തുവിന് മാത്രമേ തൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. തൻ്റെ ശരീരത്തിൽ ആ മാറ്റം വരുത്തിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് കടലിന്റെ മേളിൽ സഞ്ചരിക്കാനൊക്കെയുള്ളൂ. ഒരു വലിയൊരു ലോഹക്കഷണത്തെ നമ്മൾ സമുദ്രത്തിലേക്ക് ഇട്ടാൽ അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അങ്ങ് താണു പോകും. എന്നാൽ അനേകം ക്വിന്റൽ ലോഹ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് അതിന്റെ രൂപത്തിനൊരു മാറ്റം വരുത്തി കഴിയുമ്പോൾ അതൊരു കപ്പലായിട്ട്, ഒരു ബോട്ടായിട്ട്, ഒരു വള്ളമായിട്ട് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. അതായത് ആ ലോഹ കഷ്ണത്തിനൊരു വ്യത്യാസം വരുത്തണം. അതിൻ്റെ ഒരു വ്യത്യാസം വരുത്തി കൊടുക്കുമ്പോൾ അത് വെള്ളത്തിൽ താഴുന്നില്ല. അത് ദൈവത്തെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ.
നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ അത് നമ്മൾ മരിച്ചു പോകും. എന്നാൽ ക്രിസ്തു പറഞ്ഞു തരികയാണ്, എന്നെ കൊണ്ടത് സാധിക്കും. അപ്പൊ 3 കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. തത്വത്തിൽ വെള്ളത്തിന്റെ തത്വത്തെ വീഞ്ഞിന്റെ തത്വമായിട്ട് തത്വപരിവർത്തനം ചെയ്യുവാൻ യേശുവിന് സാധിക്കും. അപ്പമാകുന്ന ഒരു വസ്തുവിൽ വ്യത്യാസം വരുത്തുവാൻ കർത്താവിന് സാധിക്കും. തന്നിൽ വ്യത്യാസം വരുത്തുവാൻ ക്രിസ്തുവിന് സാധിക്കും. ഈ 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 25 മുതലുള്ള വചനങ്ങൾ പിന്നീട് പഠിപ്പിക്കുന്നത് മൊത്തം ജീവന്റെ അപ്പത്തെ കുറിച്ചാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം ഞാനാകുന്നു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട്, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്, എന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്നുള്ള പഠനമാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും കേന്ദ്രമായ പഠനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ 6-ാമത്തെ അധ്യായം 25 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ക്രിസ്തു ക്ലിയർ കട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, 53-ാമത്തെ വചനം, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കും. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം, അവന്റെ രക്തം പാനം ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ജീവൻ ലഭിക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ആകുവാൻ പോകുന്ന ക്രിസ്തു തന്റെ ജീവിതകാലത്ത് അപ്പത്തിന്റെ അത്ഭുതങ്ങൾ നടത്തി, അപ്പത്തിന്റെ സഭാസമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട്, പത്രോസിന്റെ സഭയിലേക്ക് ആ സഭാസമൂഹത്തെ വെച്ചുകൊണ്ട്, ആ സഭാസമൂഹം എങ്ങനെയായിരിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 16 ക്രിസ്തു സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം തന്റെ പീഠാനുഭവത്തെയാണ് പറയുന്നത്. പിന്നീട് 3 പീഠാനുഭവ കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുകയാണ്. അതായത് ആ സഭാസമൂഹം ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ പീഡ അനുഭവിക്കും, അപമാനം സഹിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരം രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിക്കുന്നില്ല, അവന് നിത്യജീവനുണ്ടെന്ന് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയുമാണ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ സൈത്താന്റെ ഗോസ്പലാണ്. ഇവിടെ വരിക നിങ്ങൾ രക്ഷിക്കപ്പെടും, ഇവിടെ വരിക നിങ്ങൾക്ക് സമ്പത്ത് കിട്ടും, ഇവിടെ വരിക നിങ്ങൾക്ക് സകലതും കിട്ടുമെന്ന് പറയുന്ന ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ സാത്താന്റെ ഗോസ്പലാണ്. ക്രിസ്തുവിന്റെ ഗോസ്പൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ്. നിങ്ങളുടെ ദുഃഖവും ഭാരവും ഞാൻ എടുത്തു മാറ്റാമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ചുമട് നിങ്ങൾക്ക് എടുത്തേ പറ്റൂ. കഷ്ടതകൾ നിങ്ങൾക്കുണ്ടാകും, അപമാനം നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും, നിങ്ങളെ കൊല്ലും, എന്റെ നാമത്തെ പ്രതി നിങ്ങൾക്ക് പീഡ അനുഭവിക്കണം എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾക്ക് പീഡ അനുഭവിക്കേണ്ടതല്ല. പക്ഷെയോ ക്രൂസിൽ മരിച്ച് അപമാനം സഹിച്ച് പീഡ അനുഭവിച്ച് മരിച്ചവനായ ഞാൻ നിന്നോട് കൂടെയുണ്ട്, എന്നോടുകൂടെ നിങ്ങൾക്കും മരിക്കുവാൻ സാധിക്കും എന്നതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അതുകൊണ്ട് ബലിപീഠത്തോട് ചേർന്ന ജീവിതമായിരിക്കണം.
വിശുദ്ധ കുർബാനയോട് ചേർന്ന ഒരു ജീവിതമായിരിക്കണം. ഇവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ആ അപ്പത്തിന്റെ സബ്സ്റ്റൻസ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റുവാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഈ റൊട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പപ്പമാണ്. ഗോതമ്പ് അപ്പത്തിന്റെ ആ തത്വത്തെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ തത്വമായിട്ട് മാറ്റുവാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്ന ക്രിസ്തു തത്വപരിവർത്തനം, അതിനെയാണ് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ആശീർവദിച്ച അപ്പത്തിലെ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, തത്വപരിവർത്തനം നടന്നു എന്ന് നമ്മൾ പറയുന്നത്. ക്രിസ്തു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമാകുന്നു. കാണുവാന് ആ ബാർലിയപ്പം തന്നെയായിരുന്നു. കഴിച്ചപ്പോൾ അപ്പത്തിന്റെ നല്ല സ്വാദ് തന്നെ. ശിഷ്യന്മാർക്ക് ആ സമയം മനസ്സിലായില്ല ആ കാര്യം. ക്രിസ്തു അപ്പമെടുത്ത് മുറിച്ച് ശിഷ്യർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്തപ്പോൾ ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞപ്പോഴും പഴയ ബാർലിയപ്പത്തിന്റെ രുചി തന്നെ കിട്ടി. ശിഷ്യന്മാരുടെ കണ്ണു തുറന്നത് ക്രിസ്തുവിന്റെ ക്രൂശുമരണവും ഉത്ഥാനവും വഴിയാണ്. ബൈബിൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ രഹസ്യങ്ങളെല്ലാം ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായത് ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ്. കാൽവരി ബലിയിലൂടെയാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. അപ്പോൾ കർത്താവിന്റെ ആദ്യത്തെ കാര്യം അപ്പമെടുത്തിട്ട് ഇത് മുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് തത്വപരിവർത്തനമാണ്, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഭക്ഷിക്കുന്നതായ ആ അപ്പം ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ പുളിപ്പില്ലാത്തതോ അല്ലെങ്കിൽ പുളിപ്പ് ചേർത്ത ഉയർപ്പിനെ കാട്ടുന്നതായ ആ അപ്പമോ, അത് കർത്താവിന്റെ ശരീരമാണ്, അത് കർത്താവിന്റെ രക്തമാണ്, ജീവിക്കുന്നവനായ ക്രിസ്തുവാണ് അതിലുള്ളതെന്ന് കർത്താവ് പറയുകയാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതായത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ്, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അപ്പത്തെ കർത്താവിന്റെ ശരീരമാക്കി മാറ്റിയ, വെള്ളത്തെ വീഞ്ഞാക്കിയവനായ ദേവൻ അപ്പത്തെ തന്റെ ശരീരമാക്കുവാൻ കഴിവുള്ളവനെന്നാണ് അവിടെ പഠിപ്പിച്ചത്. അതുപോലെ നമ്മൾ കാണുകയാണ്, അപ്പത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കും. തന്നെ മാറ്റം നടത്തുവാൻ അവനെ കൊണ്ട് സാധിക്കും. വെള്ളത്തിന്റെ മേതിൽ നടന്നുകൊണ്ടും അപ്പത്തിന്റെ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടും കർത്താവ് ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിലെ ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, തത്വപരിവർത്തനത്തിലെ നമ്മൾ വിശ്വസിക്കുന്നത്, യേശു തമ്പുരാൻ അന്ത്യത്താഴ് സമയത്ത് അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. അത് ശരീരമായി തീർന്നത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. വിശുദ്ധ കുർബാനയിൽ ഓരോ ബലിയിലും നമ്മൾ അതേ അപ്പമാണ് രുചിക്കുന്നതെങ്കിലും അത് അപ്പമല്ല, കർത്താവിന്റെ ശരീരമാണ്, കർത്താവിന്റെ രക്തമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പഴയ നിയമകാലത്ത് അർപ്പിച്ച ബലി പോലെയല്ല, യേശുവിന്റെ ക്രൂശു ബലിയുടെ പുനരാവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടാമതൊരു ബലിയല്ല, വീണ്ടും ബലിയല്ല. അടുത്തൊരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാം. ക്രിസ്തുവിന്റെ ബലി ഒരിക്കൽ അർപ്പിക്കുന്ന ബലിയാണ്. അതേ ബലിയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും, അതേ കാൽവരി ബലിയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ത്യത്താഴത്തിൽ നടന്നതായ ആ ബലിയും രക്തരഹിതമായ ബലിയും കാൽവരിയിൽ നടന്നതായ രക്തം ചിന്തിയുള്ള ബലിയും ഒരു ബലിയായതുപോലെ 2000 വർഷം മുമ്പ് നടന്ന കാൽവരി ബലി തന്നെ ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ വസ്തുക്കളുടെ ആശീർവാദത്തിന് മുമ്പായിട്ട് പുരോഹിതൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം നമുക്ക് ഉയരങ്ങളിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. അത് ലാറ്റിനി കുർബാനയിലായാലും സൂറോ മലബാർ കുർബാനയിലായാലും സൂറോ മലങ്കര കുർബാനയിലായാലും നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് പിന്നീട് നടക്കുന്ന ബലി സ്വർഗത്തിലാണ് നടക്കുന്നത്. സ്വർഗത്തിലെ യേശു തമ്പുരാൻ അർപ്പിക്കുന്ന ബലിയാണ്. പുരോഹിതൻ ഇൻ പേഴ്സണ ക്രിസ്തിയാണ് അവിടെ നിൽക്കുന്നത്. കാൽവരിയിൽ അർപ്പിച്ച അതേ ബലി
ഇവിടെ അർപ്പിക്കപ്പെടുകയാണ്. ബലി ഒന്നേ ഉള്ളൂ, അതിനെ വീണ്ടും ഇവിടെ അർപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ആ കാൽവരിയിൽ കർത്താവിന് അർപ്പിച്ച ബലി, അതിനു മുമ്പ് ശിഷ്യന്മാർക്ക് അപ്പമെടുത്ത് ഇതെന്റെ ശരീരമാകുന്നു പറഞ്ഞു കൊടുത്തുവെങ്കിൽ, ഓരോ വിശുദ്ധ കുർബാനയിലും നാം സ്വീകരിക്കുന്നതായ ആ അപ്പം, ആ വീഞ്ഞ് കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. അത് തീർത്തും കർത്താവിന്റെ ശരീരവും രക്തവുമായിട്ട് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, തത്വപരിവർത്തനം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കണം. ശിഷ്യന്മാർ കർത്താവിന്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചതായ അപ്പത്തിന്റെ രുചിയായിരുന്നു. അന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും അവരുടെ കണ്ണു തുറന്നു കഴിഞ്ഞതിൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും, ആദിമസഭയിൽ എല്ലാ ദിവസവും കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് കർത്താവിന്റെ ജനനം, അവന്റെ കഷ്ടപീഡകൾ, അവന്റെ മരണം, അവന്റെ ഉയർപ്പ്, അവന്റെ രണ്ടാം വരവിനെ എല്ലാം ആഘോഷിച്ചുകൊണ്ട് അവർ ബലിയർപ്പിക്കുന്നതായിട്ട് എല്ലാ ദിവസവും ശിഷ്യ സമുദായം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലുമുള്ളതായ 2 വീക്ഷണങ്ങൾ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ളത് കണ്ടു. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു തരും. വീണ്ടും വീണ്ടും അർപ്പിക്കുന്ന ഈ ബലി പുതിയതായിട്ട് അർപ്പിക്കുന്ന വീണ്ടും വീണ്ടും ബലിയാണോ, അതോ ക്രിസ്തുവിന്റെ ഒരേ ബലി തന്നെയാണോ? ഇവയെല്ലാം മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് വരെ നമ്മെ നടത്തിയ ദൈവമേ, ഞാൻ മനസ്സിലാക്കാതെ പോയ പല കാര്യങ്ങളും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ കുർബാനയെ കൂടുതൽ ഭക്തിയോടും വിശ്വാസത്തോടും അർപ്പിക്കുവാനും അവിടുത്തെ ശരീരരക്തങ്ങൾ, ഞങ്ങൾക്ക് നിത്യജീവൻ പകർന്നു തരുന്ന ശരീരരക്തങ്ങളെ യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.